ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വാർത്താ ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തകളാണ് കൊലപാതകം, ആത്മഹത്യ, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വാർത്തയിൽ കണ്ടു, 2 പെൺകുട്ടികളെയും കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്തു. കുടുംബ പ്രശ്നമായിരുന്നു കാരണമെന്ന്. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, നമുക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവാം, പല പല പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം നമ്മളെ കൊണ്ട് തന്നെ കാണാൻ സാധിക്കില്ലേ? ഈ മരണം എന്തിനെങ്കിലും പരിഹാരമാണോ? അങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കാനാണെങ്കിൽ ഈ ഭൂമിക്ക് മുകളിൽ ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അതല്ലേ സത്യം? അപ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ ഓരോരുത്തരും പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ലേ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ അതിജീവിച്ച ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഏറ്റവും ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്ന അമ്മയാണല്ലോ. അപ്പോൾ അമ്മ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളെല്ലാം, നല്ല വശങ്ങളും, ഏതൊരു വിഷയത്തിൻ്റെയും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തൊരു പ്രശ്നം വന്നാലും അത് നമ്മളോട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ മാതാപിതാക്കൾ എല്ലാവരും കുട്ടികളുടെ കൂടെ നിന്നാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു കുട്ടി, പല അച്ഛനമ്മമാരും തിരക്കുകൾ കാരണം ഒരു കുട്ടി ഒരു കാര്യം പറയാൻ ചെന്നാൽ പോലും ശ്രദ്ധിക്കാത്ത പല അച്ഛനമ്മമാരുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ കൊണ്ട് കുട്ടികൾ അങ്ങനെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളും ഉണ്ട്. അപ്പം നമ്മൾ കുട്ടികളുടെ ഒരു മനസ്സറിയാനായിട്ട് അവരോട് എല്ലാ ദിവസവും അവരുടേതായ കാര്യങ്ങൾ ചോദിച്ചറിയുകയും, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും ഒക്കെ നമ്മൾ പേരൻസ് തയ്യാറാവണം. അതുപോലെ തന്നെ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ആ കുട്ടിക്കായിരിക്കും ഒരു മാനസിക വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാനും അതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനും ഒക്കെ നമ്മൾ പേരൻസ് കുട്ടികളുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുള്ളൂ. അതുപോലെ തന്നെ മയക്കുമരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം, അത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടിൽ പെടരുത്. ആരോടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുകൂടാൻ നിൽക്കരുത് എന്നുള്ള കാര്യം നമ്മൾ പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ കുട്ടികളുടെ ജീവിതം അതോടുകൂടി തകർന്നു പോവുകയാണ്. അതിൽ നിന്ന് കരകയറുന്നവർ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വാർത്തകൾ കണ്ടപ്പോഴുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ ആ 2 കുട്ടികൾ എന്ത് പഴച്ചു? അമ്മ ആ കുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്തു. അവർക്ക് മരിക്കണമെങ്കിൽ അവർക്ക് മരിച്ചൂടെ? ആ കുട്ടികളെ കൊണ്ട് എന്തിനാ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു? അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലേ? അവർ ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് താമസങ്ങളൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമല്ലോ. അപ്പോൾ അതിനൊന്നും ഈ മരണം എന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ എന്നത് ഒരു പരിഹാരമല്ല. കൊലപാതകങ്ങളും ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഒരിക്കലും നമ്മുടെ വരും തലമുറ അങ്ങനെയുള്ള കാര്യങ്ങളിലും ചെന്ന് പെടാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പരിശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.